Sairam, Jai Sairam. I'm coming from Kerala because I speak to my own language in Malayalam. എനിക്ക് സ്വാമി ഒത്തിരിയേറെ ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. കാരണം സ്വാമിയെ അറിയാൻ തുടങ്ങിയിട്ട് ഞാൻ വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒത്തിരിയേറെ ബ്ലെസ്സിങ്സ് സ്വാമി തന്നിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങ് വളരെ ദൂരെ നിന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ ഞാൻ ഒരു സ്ഥിരമായി കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ 100 years ബർത്ത്ഡേക്ക് എത്തിച്ചേർന്നത്. ഈ 100 years ബർത്ത്ഡേ കേരള അല്ല, തമിഴല്ല, കന്നഡ അല്ല, ഹിന്ദി അല്ല, ആൾ വേൾഡ് പീപ്പിൾസ് ആർ കമ്മിങ് ഹിയർ. ഏട്ടൻ്റെ స్వామి అంటే భగవాన్ సొంత అనుభవాలు భగవాన్ అంటే మన మనసులో ఉండాలంటే, మన ప్రవృత్తిలో, మన వర్క్లు ఉండాలి. ఆ విధంగా ఇక్కడ మనుషులు జనం 10,000, 20,000, 1 lakhs అబౌవ్ ఇక్కడికి వస్తున్నారంటే. నేను ఈ తెలుగు మాట్లాడుతున్నారు ఏంటంటే ఇక్కడే మదర్ టంగ్ తెలుగు అండి, దానికోసం తెలుగు మాట్లాడుతున్నారు. മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അതായത് കാശ്മീർ ടു കന്യാകുമാരി 3 സമുദ്ര സംഗമ സ്ഥാനത്ത് നിന്ന് ഒരു ചെറിയ ഭൂപ്രദേശമാണ് കേരളം. അവിടെ നിന്ന് തുടങ്ങും. ആ കേരളത്തിലെ ഒട്ടുമിക്കാലും ജനങ്ങളിൽ ശ്രീ സത്യസായി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചേതോ വികാരം എല്ലാവരിലുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ഈ മണ്ണിൽ കാലുകുത്തിയാൽ ഒരു പ്രത്യേക ശാന്തി, ഒരു പ്രത്യേക ഒരു ഉൾവിളി എന്നിലേക്ക് വരുവാനും എനിക്കൊരു സമാധാനം ഉണ്ടാകുവാനും മനസ്സമാധാനം ഉണ്ടാകുവാനും ഒക്കെ ഒരനുഭവം ഭഗവാൻ തന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു കേരളത്തിൽ. ഒത്തിരിയേറെ ഫീൽഡിൽ ഐ ഹാവ് സം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ അതെല്ലാം വിട്ട് ഭഗവാന്റെ മണ്ണിൽ അഭയം തേടാനുള്ള റീസൺ മനഃശാന്തി. ഇവിടെ ഉണ്ടാകുന്ന ജയ് സായിറാം, ഓം സായിറാം, സായിറാം എന്ന അഭിവാദ്യം ചെയ്യുന്നത് ഒരു പരമ പവിത്ര പാവനമായ ഒരു സംഗതിയാണ്, ഒരു വേടാണ്. ഈ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങൾ, ഭഗവാന്റെ എനിക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് ഞാൻ നിരവധി പേർക്ക് പങ്കുവെക്കാറുണ്ട്. വളരെ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ സേവ. മനസ്ഫൂർത്തിയായിട്ട് നമ്മളുടെ മനസ്സുമായിട്ട് ഇണങ്ങിച്ചേർന്ന് സഹജീവികൾക്ക് സ്നേഹം കൊടുക്കുക, സഹജീവികൾക്ക് സേവ ചെയ്യുക എന്ന് ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്. ആ സഹജീവ സേവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ട് അറിഞ്ഞ് കേട്ടു വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പോകണമെന്നേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ മണ്ണിൽ ലയിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ശിഷ്ടകാലം, എൻ്റെ ജീവിതാന്തം മൊത്തം ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രയ്ക്ക് പരിശുദ്ധവും പരിപാവനവുമായ മണ്ണാണിവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഒരു 50% പോലും ഇല്ല. പക്ഷേ 85 years, 75 years, 95 years, ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് എല്ലാവരും, എല്ലാവരും ഇവിടെ വന്ന് കൈകൂപ്പി നമസ്കരിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കാറുണ്ട്. എൻ്റെ ഭക്തി ഒന്നുമല്ല ഭഗവാന്റെ അടുത്ത്, എൻ്റെ ഭക്തി ഒന്നുമല്ല സ്വാമിയുടെ അടുത്ത്. അവരുടെ ഭക്തിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ വെറും ശിശുവാണ്, ഐ എം എ ചൈൽഡ്. കാരണം ഞാൻ ഭഗവാനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഇവിടുത്തെ ഓരോ രീതികളും ഓരോ അനുഭവങ്ങളും. ഇന്നലെ തന്നെ
ഇവിടെ തൊട്ടടുത്തുള്ള സമിതി, സോമനി സമിതികളുണ്ട് ഇവിടെ. ആ സമിതിയിൽ പല്ലക്ക് സേവ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ദശാവതാരം, ഭഗവാന്റെ ബർത്ത്ഡേക്ക് 9 ദിവസത്തിന് മുമ്പ് ദശാവതാരം എന്ന് പറയുന്ന ചടങ്ങ് അവിടെ ആഞ്ജനേയ കോവിൽ നിന്ന് തുടങ്ങി ഭഗവാന്റെ ഇവിടെ തിരുസന്നിധിയിലേക്ക് വരാറുണ്ട്. അതിൽ പല്ലക്കെടുക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ, തെലുങ്ക് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്ലീസ് അജി ടേക്ക് ദീസ്, പല്ലക്കൊന്നെടുക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാൻ രാത്രിയിൽ എനിക്ക് കലയിൽ, നമ്മുടെ ലാംഗ്വേജിൽ, സ്വപ്നത്തിൽ, ഡ്രീംസിൽ, അത് മാതൃഭാഷയിൽ, കലയിൽ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ദാറ്റ് ഈസ് വെരി സർപ്രൈസ്. ഞാൻ ഭഗവാനോട്, ഭഗവാനെ സ്വാമി ക്ഷമിക്കണം, തെലുങ്കിലെ സ്വപ്നത്തിന് കലയെന്നാണ് പറയുന്നത്. ആ സ്വപ്നത്തിൽ ഭഗവാൻ എനിക്ക് ദർശനം തരുന്നു, എന്നെ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരുപക്ഷെ എൻ്റെ മെൻറ്റാലിറ്റി ആകാം, ഒരുപക്ഷെ എൻ്റെ മാനസികമായ കുറ്റബോധമായിരിക്കാം. ആ പല്ലക്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് ഞാൻ റിജക്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ 4 ദിവസം കൊണ്ട് ആ പല്ലക്കെടുക്കുന്നു. ഏകദേശം 100 അമ്മമാരോളം, 200 ആളുകളോളം, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചേർന്നുകൊണ്ട് ആ പല്ലക്കെടുത്തുകൊണ്ട് പല്ലക്കിൻ്റെ പുറകെ ജയ് സാറാം ജയ് സാറാം എന്ന് വിളിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നു. ഇതൊരു ഉത്സവത്തിൻ്റെ ഭാഗമാണ്. ഈ ദേശത്തിൻ്റെ വിശേഷമല്ല, ഈ ലോകത്തിൻ്റെ തന്നെ വിശേഷമാണ്. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പേരിലുള്ള ഒരു പ്രദേശമല്ല, ഈ ദേശം മൊത്തം. ലോകത്തിൽ എങ്ങുമില്ലാത്ത ഒരത്ഭുതം ഞാനിപ്പോൾ ഇവിടെ സ്മരിക്കുന്നു. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ജില്ല, സത്യസായി ജില്ല. പണ്ട് ഇത് അനന്തപൂർ ജില്ലയായിരുന്നു. ലോകത്തിൽ ഒരിടത്തു പോലും ഒരാൾക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണ് ഭഗവാന്റെ പേരിൽ ഒരു ജില്ല ഉണ്ടായത്, സത്യസായി ഡിസ്ട്രിക്റ്റ്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഭഗവാനോടുള്ള ആദരവ് പൂർവ്വം കോയിൻസ് ഇറക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാന്റെ പേരിൽ ഇവിടെ എയർപോർട്ടുണ്ട്, ഭഗവാന്റെ പേരിൽ സത്യസായി നിലയം, റെയിൽവേ സ്റ്റേഷനുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ നമ്മൾക്ക് തന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും പുണ്യമെന്ന് പറയുന്നത്, അവർ ഇപ്പോൾ ജീവനോടുണ്ടെങ്കിൽ അവരുടെ കാല് തൊട്ട് നമസ്കരിക്കുന്നത് ഒരു പുണ്യമായിരിക്കും. ഭഗവാൻ കൊടുത്തത് 10,000-ങ്ങളാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത്. ഒരു ദിവസം ഇവിടെ മന്ദിരത്തിനകത്ത് വരുന്ന 10,000-കണക്കിന് ജനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവരും ഹാപ്പി ഫുഡ് കഴിക്കുന്നു. അതും ഒരു നേരമല്ല, 3 times. റെയിൽവേ സ്റ്റേഷൻ, പിന്നെ തൊട്ട് നിയർ പ്ലേസസ്, എല്ലായിടത്തും ഭഗവാന്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരു ചാരിറ്റി സംഘടന പോലും അങ്ങനെ കൊടുക്കുന്നില്ല. ഒരു ചാരിറ്റി സംഘടന പോലും പൈസ കൊടുക്കാതെ ഫുഡ് കൊടുക്കുന്നില്ല. എസ്പെഷ്യലി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ലോകത്ത് അനാരോഗ്യം, ഹാർട്ട് ഡിസീസസ് ഇഷ്ടം പോലെ, സോ മെനി പേഴ്സൺസ് ഇവിടെ വന്നും പോയും ഇരിക്കുന്നു. ഏകദേശം 15, 25 lakhs, 15 lakhs, 10 lakhs ഉള്ള ഓപ്പറേഷൻസ് വളരെ ഫ്രീ ആയി, യാതൊരു വിധമായ നയാ പൈസ പോലുമില്ലാതെ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഇവിടെ കൊടുക്കുന്ന പരിചരണം, ആരോഗ്യ പരിപാലന രംഗത്തെ മഹത്തായ ഒരു വലിയ കാഴ്ചപ്പാടാണ്. മറ്റുള്ള ചാരിറ്റി സംഘടനകളൊക്കെ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒന്നുമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ വെരി വെരി പുവർ പീപ്പിൾസ് ഇവിടെ കടന്നു വന്ന് ഇവിടെ ഭഗവാന്റെ സേവ ചെയ്ത്, ഭഗവാനുമായി ലയിച്ച്, ഭഗവാന്റെ ഗുണങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ആരോഗ്യപ്രദമായി സുഖമായി തിരിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം ഞാൻ നേരിട്ട് കാണുന്നു. ഹാർട്ട് ഇപ്പോൾ പൊട്ടിപ്പോവും, ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഇൻസ്ട്രക്ഷൻസ്, ഒത്തിരിയേറെ ഓപ്പറേഷൻസ് ഇവിടെ നയാ പൈസ പോലും ഇല്ലാതെ ചെയ്തു കൊടുക്കുന്ന ലോകത്തിലെ
ഏക സ്ഥാപനമാണ് ഈ ഭഗവാന്റെ പേരിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫ്രം പുട്ടപർത്തി. ബാംഗ്ലൂരിലും അതേപോലെയുണ്ട്. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവാൻ ആ സംസ്കാരത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുനരാവിഷ്കരണം ഇവിടെ നടത്തുന്നു. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ഈ ജില്ലയൊന്നല്ല, ഈ പ്രദേശമാകെ ഭഗവാന്റെ കുടിവെള്ളം എത്താത്ത ഒരു ഭവനവുമില്ല. ഭഗവാന്റെ ഫോട്ടോ ഇല്ലാത്ത ഒരു വീടില്ല. ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു മനുഷ്യനില്ല ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഈ അനന്തപൂർ ഡിസ്ട്രിക്റ്റിൽ. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ, സാധാരണക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത്, ഒരു ദിവസത്തെ ലൈഫ് തുടങ്ങുന്നത് സായിറാം വിളിച്ചുകൊണ്ടാണ്. ജയ് സായിറാം.